ദിവസേന എന്നോണം പുതുതായി 100 കണക്കിന് കെട്ടിട നിർമ്മാണ ഇന്റീരിയർ ഡെക്കറേഷൻ മെറ്റീരിയൽസ് ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട്. അവയൊക്കെ തന്നെ കേരളത്തിലും വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നുമുണ്ട്. ഇവയൊക്കെ കേരളത്തിലെ കാലാവസ്ഥയിലും സാഹചര്യത്തിലും നിലനിൽക്കുമോ? അത് പ്രൂവ് ചെയ്തതാണോ? ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? ഏതൊക്കെ കാലാവസ്ഥയിൽ എത്ര കാലം നിലനിൽക്കും? എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഈ വക കാര്യങ്ങൾ വിപണനം ചെയ്യുന്നവരും പ്രൊമോട്ട് ചെയ്യുന്നവരും ഉപഭോക്താക്കളും അന്വേഷിക്കുന്നില്ല, അറിയുന്നുമില്ല. ധാരാളം യൂട്യൂബർമാരും ഇൻഫ്ലുവൻസേഴ്സും ഇതിന്റെ പ്രചാരകരായിട്ടുണ്ട് താനും. മികച്ച ഗുണനിലവാരം, അത്യാധുനിക സാങ്കേതിക വിദ്യ, പരിസ്ഥിതി സൗഹൃദം, 10 വർഷം മുതൽ 30 വർഷം വരെ ഗ്യാരണ്ടി തുടങ്ങിയ അവകാശവാദങ്ങളിൽ ഉപഭോക്താക്കൾ വീണുപോവുകയാണ് ചെയ്യുന്നത്. ഇന്റീരിയറിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നതിൽ ഈ മെറ്റീരിയൽസ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. ഇവയെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ ഷാജി പി ഡി, കോഴിക്കോട്. കെട്ടിട നിർമ്മാണം, അനുബന്ധ മേഖലകൾ, മെറ്റീരിയൽ, സേവനങ്ങൾ, ട്രെൻഡുകൾ, അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. പണം മേടിച്ച് ഇത്തരം മെറ്റീരിയൽസ് പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു സ്പോൺസർഷിപ്പ് ഡീല് മാത്രമാണ്. പൊതുജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് അവരുടെ വിഷയമേ അല്ല. കാരണം അവർക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. അവർ പ്രൊമോട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു വർക്ക് പോലും ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തിന്റെ ആവശ്യവുമില്ല. എന്നാൽ ഞങ്ങളെപ്പോലുള്ള കെട്ടിട നിർമ്മാണ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. ചില മെറ്റീരിയൽസ് ക്ലയന്റിന്റെ നിർബന്ധപ്രകാരം എടുത്ത് ചെയ്യേണ്ടി വന്നാൽ തന്നെയും അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ ഉടനെ ഞങ്ങളെയാണ് വിളിക്കുക. അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളെപ്പോലുള്ളവർക്ക് വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യാറുള്ളൂ. ക്ലയന്റുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ആദ്യമേ ചെയ്യുന്നത്. അല്ല എങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കേണ്ട രീതിയിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ പല പ്രൂവ് ചെയ്ത മെറ്റീരിയൽസും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് താനും. എന്തുകൊണ്ടാണ് ഇത്തരം വസ്തുക്കളുടെ ഉപഭോഗം വളരെയധികം കൂടുന്നത്? അവ വളരെ ലക്ഷറിയും ഫിനിഷും തോന്നിപ്പിക്കുന്നവയാണ്. തിരഞ്ഞെടുക്കുവാൻ ധാരാളം ഓപ്ഷനുകളുണ്ട്. വളരെ പെട്ടെന്ന് ജോലികൾ തീർക്കുവാനും സാധിക്കും. പലർക്കും സ്വപ്നമായിരുന്ന ചില പരമ്പരാഗത പ്രീമിയം മെറ്റീരിയൽസിന്റെ ബദലായിട്ടുള്ളവ പുതിയ നിർമ്മാണ മെറ്റീരിയൽസിൽ ഇറങ്ങുന്നുണ്ട്. പലതിൻ്റെയും വില സാധാരണക്കാർക്ക് വരെ താങ്ങാനാവുന്നതും ഇത് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി. പല മെറ്റീരിയൽസും വളരെ വേഗത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നവയാണ്. വളരെ ഫിനിഷിങ്ങോട് കൂടി വരുന്നതായതുകൊണ്ട് പെട്ടെന്ന് പണികളും തീരും. അതുകൊണ്ടും ഇത് വളരെ പോപ്പുലറായി തീർന്നു. ഒരു ഭിത്തിയോ ഒരു പാർട്ടീഷനോ ഇല്ലെങ്കിൽ തന്നെയും ചില ഫ്രെയിമുകൾ ഉപയോഗിച്ച് മാത്രം ഇതിൽ പല മെറ്റീരിയൽസും ചെലവ് ചുരുങ്ങിയ രീതിയിൽ വളരെ ആഡംബരം തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ പുതുമയുടെ പുറകെയുള്ള ഈ പരക്കം പാച്ചിലിൽ ഇവ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, ആളുകൾ ഏതൊക്കെ രീതിയിലാണ് വഞ്ചിക്കപ്പെടുന്നത്, ഇതിനെതിരെ എങ്ങനെ ജാഗ്രത പാലിക്കാം. പല വസ്തുക്കളും വ്യത്യസ്ത കാലാവസ്ഥാ സാഹചര്യങ്ങളുമായിട്ട് ഒരിക്കലും ഒത്തുചേരുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ അത്യുഷ്ണ കാലാവസ്ഥയും അതിശക്തമായ മൺസൂൺ കാലാവസ്ഥയുമായി പല ഇന്റീരിയർ മെറ്റീരിയൽസും യോജിച്ചു വരുന്നില്ല. കനത്ത മഴയും ഈർപ്പവും മൂലം പല മെറ്റീരിയൽസും വീർത്ത് വരികയോ വളഞ്ഞോ പുളഞ്ഞോ പോവുകയോ ഫംഗസ് പിടിക്കുകയോ തുടങ്ങിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. വെയിലടിക്കുകയോ ചൂടടിക്കുകയോ അല്ലെങ്കിൽ ഹൈ ട്രാഫിക് ഏരിയകളിലൊക്കെയുള്ള മെറ്റീരിയൽസിന് പെട്ടെന്ന് ഡാമേജ് വരികാനും അവിടെ കളർ ഫെയ്ഡിങ് വരും, സ്ക്രാച്ചസ് ധാരാളം വരും. അവയൊക്കെ ക്ഷയിച്ചു പോവുകയും ചെയ്യും. പലതും കർശനമായ ഡ്യൂറബിലിറ്റി മാനദണ്ഡങ്ങളോ ISI ISO മാനദണ്ഡങ്ങളോ പാലിക്കുന്നവയായി തോന്നുന്നില്ല. ചില ഫിനിഷുകൾ, പെയിന്റുകൾ, ചില ബോർഡുകൾ വിഷാംശങ്ങൾ അല്ലെങ്കിൽ VOCകൾ പുറന്തള്ളുന്നവയായിരിക്കും. അത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇട നൽകുന്നവയായിരിക്കും. VOC സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവയൊക്കെ നിർമ്മിക്കുന്നതിനും ഫിക്സ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഗ്ലൂ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും അടച്ചിടുന്ന വീടുകളുടെയും ഓഫീസുകളുടെയും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളുടെയും അകത്തുള്ള വായു പലപ്പോഴും വിഷലിപ്തമായിരിക്കും, ആരോഗ്യകരമായിരിക്കുകയില്ല. ഇങ്ങനെ ഇറങ്ങുന്ന പുതു മെറ്റീരിയൽസിൽ 5% പോലും കേരളത്തിൽ ഉണ്ടാക്കുന്നവയോ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്നവയോ ആയിരിക്കുകയില്ല. ഇവ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നത് ആയിരിക്കും. ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നിട്ട് കൂടി അത് ചർച്ച ചെയ്യേണ്ട ആളുകൾ ഇതിന്റെ പ്രചാരകരായി തീർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവ ഇത്രമാത്രം ട്രെൻഡിങ് ആവുന്നത്? ചില പ്രീമിയം മെറ്റീരിയൽസിന്റെ വില, ഉയർന്ന ഡിമാൻഡ് എന്നിവ സാധാരണക്കാർക്ക് അപ്രാപ്യമായതുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രീമിയം സാധനങ്ങളുടെ കോപ്പി ഉണ്ടാക്കുവാനും അത് രംഗത്തിറക്കുവാനുമായിട്ട് പല നിർമ്മാതാക്കളും ശ്രമിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ആളുകൾക്ക് അഫോർഡബിൾ ആകുന്നു. അങ്ങനെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അത് ട്രെൻഡിങ് ആകുകയും ചെയ്യുന്നുണ്ട്. ലോകരാജ്യങ്ങളിലൂടെയുള്ള സഞ്ചാരം
സോഷ്യൽ മീഡിയയുടെ അമിത സ്വാധീനം, ഗ്രാമപ്രദേശങ്ങളിൽ വരെയുള്ള ലഭ്യത, ഡയറക്റ്റ് ഫിക്സിംഗ് എന്നിവയൊക്കെ ഇതിനെ ട്രെൻഡിങ് ആക്കി. ഇൻഫ്ലുവൻസേഴ്സിന്റെ സ്വാധീനവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ മെറ്റീരിയൽസ് നിർമ്മിക്കുന്ന കമ്പനികൾ പൊതുവായി ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മാർക്കറ്റിംഗ്, സെയിൽസ് പ്രതിനിധികളും ഇൻഫ്ലുവൻസേഴ്സും പലപ്പോഴും അപൂർണമായ കാര്യങ്ങൾ മാത്രമാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഗുണകരമായ വശങ്ങൾ മാത്രമാണ് ഇവർ പറയുന്നത്. മെയിൻ്റനൻസിനെ കുറിച്ച് പറയില്ല, പാരിസ്ഥിതിക പ്രശ്നത്തെക്കുറിച്ച് പറയില്ല, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയില്ല, കേട്ടിട്ടില്ലാത്ത പല അംഗീകാരങ്ങളെക്കുറിച്ചും ചില ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും ഒക്കെ ആയിരിക്കും ഇവർ പറയുക. നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ ജാഗ്രത പാലിക്കാൻ സാധിക്കും? കാലത്തിനൊത്ത് പോവേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. എങ്കിൽ ഇത് വാങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കാലാവസ്ഥാ സാഹചര്യങ്ങളുമായി യോജിച്ചു പോകുന്ന കാലാവസ്ഥയിൽ നിർമ്മിച്ച് വർഷങ്ങളായി അത് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ മെറ്റീരിയൽസിനും കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മിച്ച കമ്പനിയുടെ സാധനങ്ങൾ മാത്രം മേടിക്കുക, കേരളത്തിൻ്റെ കാലാവസ്ഥ, അതിൻ്റെ വെല്ലുവിളികൾ എന്നിവ പരിചയമുള്ള ആർക്കിടെക്റ്റുകൾ, ഇന്റീരിയർ ഡിസൈനർമാർ, കോൺട്രാക്ടർമാർ എന്നിവരിൽ നിന്നുമുള്ള വിദഗ്ധ ഉപദേശങ്ങൾ തേടുക, സുതാര്യമായ ടെസ്റ്റിംഗ് പ്രക്രിയകളുള്ള പ്രശസ്ത കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക, റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ സെയിം മെറ്റീരിയൽസ് ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ള ബ്രാൻഡുകൾ മാത്രം മേടിക്കുക, ഗ്യാരണ്ടി, വാറണ്ടി എന്നിവ രേഖാമൂലം എഴുതി മേടിക്കുക, വിലയേക്കാൾ ഗുണനിലവാരത്തിന് മുൻഗണന നൽകുക, നിരന്തരമായ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് വർഷാവർഷം ചെലവാക്കേണ്ട തുക ഒഴിവാക്കുന്നതിനായി വില കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിന് പകരം മേൽപ്പറഞ്ഞ ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബർമാരും അവർ പ്രൊമോട്ട് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ സേവനങ്ങളുടെയൊക്കെ കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ മാത്രം നൽകുക. നിങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ വിശ്വാസം മൂലം ഒരാൾ പോലും വഞ്ചിക്കപ്പെടരുത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പല മെറ്റീരിയൽസിനും ഉയർന്ന വിലയാണ്. സ്ക്രാച്ച് വീഴും, സൂര്യപ്രകാശവും ചൂടും ഒക്കെ നേരിട്ടടിക്കുന്നിടത്ത് നിറവ്യത്യാസം, ബബിൾസ്, വിള്ളല്, വളവ്, പുളവ് എന്നിവയൊക്കെ ഉണ്ടാകും. പല മെറ്റീരിയൽസും വളയ്ക്കുവാനോ അല്ലെങ്കിൽ പല ഷേപ്പുകൾ ചെയ്യുവാനോ സാധിക്കാത്തവയായിരിക്കും. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫംഗസ് പിടിപെടും, പലതും അന്തരീക്ഷ വായുവിനെ വിഷലിപ്തമാക്കും. ക്ലീനിങ് പല ഏരിയകളിലും വെല്ലുവിളിയായിരിക്കും. ഡ്യൂറബിലിറ്റിയിൽ കൃത്യതയും ഉണ്ടാവുകയില്ല. ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് ആവശ്യമായിരിക്കും. അതിന് അതിൻ്റെതായ ആളുകൾ വിളിക്കേണ്ടി വരും. അതിന് ചിലവുകൾ വളരെ കൂടിയേക്കാം. പല ഉൽപ്പന്നങ്ങളും ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കുകയില്ല. ഏറ്റവും ആധുനികമായ ഡിസൈൻ ചെയ്യാനുള്ള വ്യഗ്രതയിൽ കാഴ്ചയുടെ ഭംഗി മാത്രമല്ല, വ്യാജ അവകാശങ്ങൾ മാത്രമുള്ളവയല്ല, ദീർഘകാല വിശ്വാസ്യത, നിലനിൽപ്പ്, ആരോഗ്യം, സുസ്ഥിരത എന്നിവയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന മെറ്റീരിയൽസ് മാത്രം നമ്മൾ ഉപയോഗിക്കുക. അറിവും ജാഗ്രതയും പുലർത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് ഈട് നിൽക്കുന്നതും സുരക്ഷിതവുമായ മെറ്റീരിയൽസ് ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, പാരിസ്ഥിതിക ഉത്തരവാദിത്വമുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ കൂടി സാധിക്കും. ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും സ്വയം അവബോധമുള്ളവരായി തീരുക. എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ചും പഠിക്കുവാൻ നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട്. പണം ചിലവാക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ അജ്ഞത മറ്റുള്ളവർക്ക് മുതലെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. വീടും ആരോഗ്യവും സംരക്ഷിച്ചുകൊണ്ട് ദീർഘകാലം സന്തോഷത്തോടു കൂടി ജീവിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വരാം. വീഡിയോ കണ്ടതിന് നന്ദി.